ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം. നമുക്കൊരു കുക്കർ ബിരിയാണി ഉണ്ടാക്കുന്നത് കേട്ടോ. കുക്കറിൽ ഉണ്ടാക്കുന്ന ബിരിയാണി ഉണ്ടാക്കുന്നത് ചിക്കൻ ബിരിയാണിയാണ്. പക്ഷേ ഞാൻ കുക്കറിലുണ്ടായിരുന്നു. കുക്കറിൽ അങ്ങനെ ഉണ്ടാക്കാറൊന്നുമില്ല കേട്ടോ. ഉണ്ടാക്കിയിട്ട് ഇഷ്ടമല്ല, നല്ല കാര്യമായിട്ട് കഴിക്കില്ല. എന്നിട്ട് ഞങ്ങൾക്കിപ്പോൾ അധികം ഇപ്പോൾ ആവശ്യമില്ല, ഒരു ക്ലാസ്സിലൊക്കെ തന്നെ ആവശ്യമില്ല. പിന്നെ ഈ കത്തി വെച്ചിട്ട് വെക്കുന്നതെന്ന് വിചാരിച്ചിട്ട് കുക്കറിൽ ഉണ്ടാക്കിയിട്ടാണ്. പക്ഷേ ഒരു കുക്കർ ബിരിയാണി കൊണ്ട് കാര്യമൊന്നുമില്ല കേട്ടോ. ഉണ്ടാക്കിയിട്ട് നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നത് പോലെ തന്നെ നമ്മളത് കുക്കർ വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് പട്ട, കറാമ്പ്, ഏലക്കായ ഇതൊക്കെ ഇട്ട് പച്ചമുളക്, ഉള്ളി ഇതൊക്കെ ഇട്ട് നന്നായി വഴറ്റിയ ശേഷം നമ്മുടെ തക്കാളി പേസ്റ്റ് ചെയ്ത ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലയും ഉപ്പിട്ടാൽ സാധാ നമ്മൾ വയ്ക്കുന്ന പോലെ തന്നെ. പക്ഷെ അത് കുക്കറിൽ മാത്രം. പക്ഷെ ഒരൊറ്റ വിസിലേ വരാൻ പാടുള്ളൂ. അത് വന്നത് ഓഫ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ ഉപ്പുമാവായി പോകും ചോറിന്. എന്താണ് ഇതൊക്കെ പേസ്റ്റൊക്കെ റെഡിയാക്കി. കാരണം ഈ വീഡിയോ ഇന്നലത്തെയാണ് കേട്ടോ. ഇന്നലത്തെ രാത്രിയാണ്. രാത്രിയൊക്കെ വൈകുന്നേരം വിളിച്ചിട്ട് പറഞ്ഞു ചിക്കൻ കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ ശരി പറഞ്ഞു. അപ്പോൾ എന്തായാലും അരിയൊക്കെ സ്റ്റോക്ക് ഇപ്പോൾ പെരുന്നാൾക്ക് വാങ്ങിയ അരിയൊക്കെ ബാലൻസ് ഉണ്ടല്ലോ. പെരുന്നാൾക്ക് മേടിക്കുമ്പോൾ കുറച്ച് അധികം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സ്റ്റോക്ക് ഉണ്ട്. നമുക്ക് പെട്ടെന്നൊക്കെ കൊണ്ടുവന്നാൽ എളുപ്പത്തിലേക്ക് ഉണ്ടാക്കുള്ളൂ. പിന്നെ രാത്രിയല്ലേ, അതാ പിന്നെ കുക്കറിൽ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട്. കാരണം അടുപ്പൊക്കെ കത്തിച്ച് അതൊക്കെ ആകുമ്പോൾ നേരം വഴുകുമല്ലോ. പിന്നെ എന്തായാലും വിചാരിച്ചു കുക്കറിൽ ഉണ്ടാക്കാമെന്ന്. ഇക്കാക്ക് വലിയ താല്പര്യമില്ല കേട്ടോ കുക്കറിൽ ബിരിയാണിയൊന്നും. പക്ഷേ നമ്മളത് അടുപ്പിൽ വയ്ക്കുമ്പോൾ ടേസ്റ്റ് വ്യത്യാസം വേറെ തന്നെ കേട്ടോ. എല്ലാ സാധനവും ഒരുപോലെ തന്നെയാണ് വരുന്നത്, ഒരേ സാധനങ്ങളാണ് പക്ഷേ നമ്മൾ ബിരിയാണിക്ക് ഇടുന്നത്. കുക്കറിലായാലും അടുപ്പിലായാലും. പക്ഷേ അടുപ്പിൽ കത്തി വേകുമ്പോൾ അതിലൊരു ടേസ്റ്റ്, ഒരു വ്യത്യാസം വേറെ തന്നെയാണ് കേട്ടോ. ഇതും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതവിടെ ശരിയായി റെഡിയായി വരുമ്പോൾ നമ്മുടെ പൊടികളിടുക, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ടിട്ട് അങ്ങനെ സെറ്റാക്കി എടുക്കുക. പിന്നെ ചിക്കൻ ഒരു ഗ്രേവി കേട്ടോ, അതും ഉണ്ടാക്കുന്നുണ്ട്. കാരണം അങ്ങനെ ആക്കി വേണം പിന്നെ കുറച്ച് വെള്ളത്തോടെ വയ്ക്കുന്നത്. പിറ്റേ ദിവസം നാഷ്ടയ്ക്കും ആയല്ലോ, അങ്ങനെ വിചാരിച്ചിട്ടോ. ഇന്നലത്തെ വീഡിയോ ഇന്നലെ രാത്രിയാണ്. പിന്നെ അതാണ് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഉണ്ടോ നന്നായിട്ട്. ഇത് എന്ത് സാധനം ഇട്ടാലും അത്യാവശ്യം ഇളക്കിയിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ബാക്കിയിടാൻ പാടുള്ളൂ കേട്ടോ. കാരണം ഇതിനൊക്കെ പച്ച മണം നന്നായി മാറിക്കിട്ടണം. അല്ലെങ്കിൽ അതൊരു നമ്മൾ എത്ര ആക്കിയാലും ചോറ് കഴിക്കുമ്പോൾ ഒരു പച്ച മണത്തിൻ്റെ ഒരു ഫ്ലേവർ വരും കേട്ടോ. അപ്പോൾ കുക്കറിലാകുമ്പോഴും നമ്മൾ വെള്ളം തിളയ്ക്കണം. ചിലവരൊന്നും വെള്ളം തിളയ്ക്കാണ്ട് അങ്ങനെ അരിയിടും തോണ്ടില്ല, അങ്ങനെ ഒറ്റ വിസിൽ. അതുകൊണ്ട് ഞാൻ വെള്ളം തിളച്ച ശേഷം ഇട്ടത്. എനിക്ക് ഈ കുക്കറിൽ ഉണ്ടാക്കണതിൽ അത്ര വലിയ പിടുത്തമില്ല. കാരണം ഞാൻ എപ്പോഴും ബിരിയാണി ഞാൻ അടുപ്പിൽ തന്നെ വെക്കാറ്. ഒരു ഗ്ലാസ് ആയാലും 2 ഗ്ലാസ് ആയാലും വേഗം അടുപ്പിൽ കത്തിച്ചിട്ട് അടുപ്പിൽ വയ്ക്കും. അപ്പോൾ എന്തായാലും ഒന്നാമത് വയ്യാന്ന് തോന്നി. അപ്പോൾ പിന്നെ എന്തായാലും ഇക്ക വെക്കിയെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പിന്നെ വേഗം എളുപ്പപ്പണി നോക്കി കുക്കറിലേക്ക് ആക്കിയതാണ് കേട്ടോ. അങ്ങനെ പിന്നെ എന്തൊക്കെയാണ് നിങ്ങളുടെയൊക്കെ വർത്താനം? ഞാനിപ്പോൾ ഇന്നിപ്പോൾ കഴിക്കണമെങ്കിൽ കുറച്ച് ടൈമാകും. കാരണം ഇപ്പോൾ ഇതൊക്കെ ആയിട്ടൊക്കെ വന്നാലും ഞങ്ങളെപ്പോഴും ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ തന്നെ കഴിക്കാറ് കേട്ടോ. 9, 9:30 ആകുമ്പോൾ കഴിക്കും. കഴിച്ചിട്ട് പിന്നെ കുറേ നേരം ടി വി ഒക്കെ കണ്ടിരുന്ന് ഫോണൊക്കെ ഉണ്ട്. പിന്നെ കുട്ടികൾക്കായിട്ട് കളിച്ച് അങ്ങനെ കുറേ നേരം ഞങ്ങൾ കിടക്കുമ്പോൾ ഇങ്ങനെ ഒരു 10:30, 11 മണിയൊക്കെ ആകും കേട്ടോ. അപ്പോൾ നമ്മുടെ മസാല അവിടെ സെറ്റായി കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മുടെ തൈര് ഒഴിക്കണം. തൈരും നാരങ്ങ പിഴിഞ്ഞത് ഒഴിക്കണം കേട്ടോ. അതും ഒഴിച്ച് നന്നായി ഇളക്കുക. ഇതിനൊക്കെ റെസിപ്പിയൊക്കെ ഡീറ്റെയിൽ റെസിപ്പി വേണമെങ്കിൽ എൻ്റെ ഷോർട്സിലും എൻ്റെ വേറെ വീഡിയോസൊക്കെ നോക്കിയാൽ മതി, ടൈം കാണും. പക്ഷേ മിക്കവാറും എൻ്റെ നെയ്ച്ചോറും ബിരിയാണി കാണുള്ളൂ കേട്ടോ. കാരണം ഞാൻ ഇതുപോലെ കടയിലേക്കൊക്കെ പോകുമ്പോൾ ബിരിയാണിയിലൊക്കെ സ്റ്റോക്ക് വയ്ക്കും. അപ്പോൾ പിന്നെ ഇറച്ചി കൊണ്ടുവന്ന് വേഗം കണ്ട് നമ്മൾ വേഗം വയ്ക്കും. കാരണം പത്തിരി, ചപ്പാത്തി അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ പണിയല്ലേ, ചാറ് വെക്കണം. ഇത് പത്തിരിയാണെങ്കിൽ എന്തായാലും കുഴച്ച് റെഡിയാക്കണം. അതൊക്കെ കുറച്ച് പണി കൂടുതലല്ല. അപ്പോൾ നമുക്ക് ഈ എളുപ്പപ്പണി പറയുന്നതാണ് ബിരിയാണി. എനിക്ക് നല്ല എളുപ്പപ്പണി പറയാൻ കേട്ടോ. ബിരിയാണി, നെയ്ച്ചോറൊക്കെ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കും. നെയ്ച്ചോറാണെങ്കിൽ വേഗം അടുത്ത് കത്തിച്ച് അത് അതിന് റെഡിയാക്കും. പിന്നെ കുക്കറിൽ കൊണ്ടുവന്ന് കറിയും വയ്ക്കും. ബിരിയാണി ആണെങ്കിൽ ഇതെല്ലാം ഇട്ട് മിക്സ് ചെയ്യും. അല്ലെങ്കിൽ ഒറ്റ ഇടലുണ്ടാക്കി തൈരുണ്ടാക്കി അതുമായല്ലോ. അങ്ങനെ അതിലേക്ക് വേണ്ട വെള്ളം ഒഴിച്ചു, നെയ്യും ഇട്ടു കേട്ടോ. നെയ്യും നമ്മൾ ഈ വെള്ളത്തിൽ തന്നെ ഒഴിക്കണം കേട്ടോ. അപ്പോൾ കുട്ടിക്ക് ചിക്കൻ്റെ ലെഗ് പീസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൊരിച്ചിട്ട് വേണ്ട, ചോറിന് മതി പറഞ്ഞു. അപ്പോൾ പിന്നെ അതും ചോറിലിട്ടു കേട്ടോ. അങ്ങനെ ഇനി വെള്ളം തിളച്ച് വന്നാൽ നമുക്ക് നമ്മുടെ അരി ഇട്ടാൽ നമ്മുടെ ബിരിയാണിയോട് സെറ്റായിട്ടോ. നിറയെ മല്ലിയിലയും പുതിനയും ഇടണം കേട്ടോ. നമ്മൾ എത്രത്തോളം ഇടണോ അത്രത്തോളം ടേസ്റ്റ് കൂടും കേട്ടോ. കമ്മിയാക്കുമ്പോൾ അതിനനുസരിച്ച് ഫ്ലേവറും കമ്മിയായി കിട്ടും കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ കളറൊന്നും ഉപയോഗിക്കുന്നില്ല, നമ്മുടെ മുളക് പൊടിൻ്റെ ആ കളർ തന്നെയാണ് കേട്ടോ. ഞാൻ ആദ്യമൊക്കെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കളറൊക്കെ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ആദ്യമൊന്നും അറിയില്ലല്ലോ ഡീറ്റെയിൽ. പിന്നെ അല്ലേ അത് സെറ്റ് ആവണത്.
അപ്പോൾ പിന്നെ കളർ ഉപയോഗിക്കില്ല കേട്ടോ, ആ മുളക് പൊടിൻ്റെ കളർ മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ വെള്ളം അതാണ് കേട്ടോ, നന്നായി തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ തിളച്ച ശേഷം നമ്മുടെ അരി അതിലേക്കിടുക. പിന്നെ ഒരൊറ്റ വിസിൽ അടിച്ചാൽ മതി, നമ്മുടെ ബിരിയാണി റെഡി ആയി കേട്ടോ. പിന്നെ ഇറക്കുമ്പോൾ കുറച്ചുകൂടി നെയ്യ് ഒഴിച്ചാൽ കുറച്ചുകൂടി നല്ല ഫ്ലേവർ കിട്ടും കേട്ടോ. കണ്ടോ അരി അതിലേക്ക് ഞാൻ ഒരൊറ്റ ഗ്ലാസ് അരി തന്നെ എടുത്തുള്ളൂ കേട്ടോ. നമ്മൾ അരിയൊക്കെ നമ്മൾ ചോറിന് അരിയുന്ന ഗ്ലാസ് ഉണ്ടല്ലോ, ഒരൊറ്റ ഗ്ലാസ് അരി തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ട് വെച്ചത് വേണം. പിന്നെ ഒറ്റ വിസിൽ മതി. ആ വിസിൽ പോയത് ഊരിയെടുക്കുക, തുറക്കണം കേട്ടോ. കാരണം ഒരുപാട് നേരം വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉപ്പുമാവായി കിട്ടും ബിരിയാണി. അപ്പോൾ പിന്നെ ഒരു ദിവസം ഇതുപോലെ ഞാൻ തന്നെ പിന്നെ വെള്ളം കറക്റ്റായി നോക്കും. കാരണം എനിക്ക് ആദ്യമൊന്നും അറിയില്ലായിരുന്നു എന്താണ് എല്ലാ സാധനവും ഇട്ട് റെഡിയാക്കി ബിരിയാണി വെച്ചപ്പോൾ ശരിക്കും ഉപ്പുമാവ് പോലെ ആയി. അതാണ് ഞാൻ ഉപ്പുമാവ് പറയുന്നത്. കാരണം വെള്ളം കൂടി ശരിക്കും കോരി കോരി കഴിക്കായിരുന്നു, അങ്ങനെ ആയി. അപ്പോൾ പിന്നെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ, വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് നമ്മൾ ശ്രദ്ധിച്ചേ പറ്റുള്ളൂ കേട്ടോ. കുറച്ച് അങ്ങോട്ടൊന്നും ആകാൻ പാടില്ല കേട്ടോ. കൂടുതലും കമ്മിയായാലും എന്നാലും എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും ഇളക്കി എന്തെങ്കിലും സെറ്റ് ചെയ്യാം, ഇങ്ങനെ കഴിക്കാം. പക്ഷേ കൂടുതലായാലും എന്തായാലും അത് ഉപ്പുമാവായി പോകും. പിന്നെ അത് നന്നായി ശ്രദ്ധിക്കുക. പിന്നെ അതാ കണ്ടോ നമ്മുടെ ബിരിയാണി ആയി, തൈരൊക്കെ ഉണ്ടാക്കി, ചിക്കൻ കറി ഉണ്ടാക്കി വെച്ചു. പക്ഷെ ഞാനത് എടുത്തില്ല കേട്ടോ, അതിനത് ആവശ്യമില്ലല്ലോ. രാവിലെ ഒരു നാഷ്ടയ്ക്കൊക്കെ എടുക്കുക. കണ്ടോ നമ്മുടെ ചിക്കൻ കറി ആയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ മസാല കൂട്ടി ചിക്കൻ ഇട്ട് വേണ്ടോ വെള്ളം ഒഴിച്ച്, അത് നമുക്കറിയാമല്ലോ, ചിക്കൻ കറിയൊക്കെ അറിയാമല്ലോ. തക്കാളി ഉള്ളിയൊക്കെ നന്നായി മാറ്റി കുക്കറിൽ തന്നെ ഇട്ടാൽ നന്നായി വാട്ടിയിട്ട് പൊടികളൊക്കെ ഇട്ടിട്ട് ചിക്കൻ അതിൽ കൂട്ടി നന്നായി ഇളക്കി രാവിലെ നമുക്ക് നാഷ്ടയ്ക്ക് എടുക്കുക. ദോശ ഉണ്ടാക്കണം വിചാരിക്കണം, അപ്പോൾ അതിലേക്ക് എടുക്കാം. അപ്പോൾ അത് അവിടെ സെറ്റായിട്ടോ കണ്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബായ്.